ഹായ് ഗൈസ്. നമ്മൾ കന്യാകുമാരി ട്രെയിനിൽ പോവുകയാണ്. ലോ ബഡ്ജറ്റ് ട്രിപ്പ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമരോള റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ കയറാൻ പോണ ട്രെയിൻ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ അമരോള ഇവന്മാരെ ട്രെയിനിൽ പോകണോണ്ട് ഇവന്മാര് ഇല്ല. നമ്മൾ അമരോള സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ എത്തി. സ്റ്റേഷൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാനുള്ള ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ചെറുതായിട്ട് തേഞ്ഞ് ഇവിടെ സ്റ്റോപ്പില്ലാതെ ട്രെയിൻ ഇത് വരാറായി. നമ്മൾ പാറശാലയിലോട്ട് വണ്ടി എടുത്ത് പോകാൻ പോയി. ഓക്കെയാണ്. പാറശാലയിൽ നിന്ന് ട്രെയിൻ കിട്ടുമെന്നാണ് തോന്നണേ. നമ്മൾ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അവൻ എൻ്റേത് ഞാൻ കാണിച്ചു തരാം. ആ വെള്ള ഷർട്ട് ഇട്ടവനാണ് ഇവിടെ പാസഞ്ചറിന് സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാതെ തേങ്ങ വാങ്ങാന്ന് പറഞ്ഞിട്ടാ ശരിടാടാ തേച്ച് കൈസ്. ഇനി ഇവിടെ നിന്ന് മാക്കനെ വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അപ്പോൾ പാറശാല എത്തിയിട്ട് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ കാണാം. ഉള്ള ട്രെയിൻ ഇതേ പോകുന്നു. എടാ 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 നമ്മളങ്ങനെ വീട്ടിൽ പോയി വണ്ടി എടുത്തിട്ട് നേരിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണുണ്ട്. 12:30 വേറൊരു ട്രെയിൻ ഉണ്ടെന്ന് കാണിക്കണം. കന്യാകുമാരി എക്സ്പ്രസ് എന്നൊക്കെ പറയണം. ഇനി അവിടെയും നിർത്തൂല എന്തോ. നമ്മളങ്ങനെ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മൾ പോയി ടിക്കറ്റ് എടുക്കട്ടെ. ഇനി അടുത്ത ട്രെയിൻ മിസ്സാവാൻ പാടില്ലല്ലോ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഞം ചിലവാണ്. ഫുൾ ചിലവ്. കുമാരി പൈസ കൊടുക്കും. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി. 12:30 ട്രെയിൻ. നെയ്യാറ്റിൻകരയിൽ നിന്ന് കയറണം. ടിക്കറ്റ് കിട്ടി. ഇനി ട്രെയിൻ വന്നാൽ മതി. ഈച്ചടിച്ചിരിക്കാൻ കുറേ നേരം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. എവിടെയും പോയി ഫുഡ് കഴിക്കണം. സ്വിഗ്ഗിയിൽ ഇവിടെ വരുത്ത ഫുഡ് ഓർഡർ ചെയ്യണുണ്ട്. ട്രെയിനിന് നോക്കിയതുപോലെ കളിയാക്കാതെ. അങ്ങനെ എന്തിനൊക്കെ ഉണ്ട്, എന്തിനൊക്കെ ഉണ്ടെന്ന് പറ. ചിക്കൻ റോള് 49 രൂപ ഒരു പീസ്. ഇന്ന് കിട്ടുമോ? ഫ്രീ 99 രൂപ. ഈ വ്ളോഗിൽ അരമണിക്കൂർ മെനു അയച്ചിട്ട് എനിക്ക് മന്തി ഓർഡർ ചെയ്ത്. ഇത് ആ വീഡിയോ എടുക്കണമെന്നാണ് ഈ സാധനം ചെയ്തത്. ഞാൻ ഇപ്പോഴായിട്ട് വാങ്ങിച്ചത്. മന്തി അറ്റാക്ക് ഇവിടെ. നമ്മൾ കഴിക്കട്ടെ. നമ്മൾ ട്രെയിനിപ്പോൾ വരും. അവസാനം 12:30 ട്രെയിൻ നമ്മൾ പിടിച്ച് കന്യാകുമാരി. ശേഷം അങ്ങനെ നമ്മൾ ട്രെയിൻ വരണുണ്ട്. നമ്മൾ ഫ്രണ്ടിലോട്ട് പോണ്. ഫ്രണ്ടിൽ കയറാൻ പോകണം. നമ്മളങ്ങനെ ട്രെയിനിലാണ്. അടിപൊളി സ്ഥലം. സ്ഥലമൊക്കെ കണ്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് പോകാൻ അടുത്ത് പോകുന്നത് അരുൾവായ്പൊടിയിലാണ്. അടുത്ത് കന്യാകുമാരി എത്തിയിട്ട് കാണാൻ. അതിനിടയ്ക്ക് ട്രെയിനിൻ്റെ കുറച്ച് വീഡിയോസ് കാണിച്ച സ്ഥലങ്ങളുണ്ട്. നമ്മൾ പോണ സ്ഥലത്ത് കാണുന്നതാണ്. പോണ വഴിക്ക് കാണുന്നതാണ്. അടിപൊളി. നമ്മൾ കന്യാകുമാരി എത്തി. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റേഷനിൽ നമ്മളെ വെൽക്കം ചെയ്യണം. കന്യാകുമാരി സ്റ്റേഷനിൽ ആപ്കാ സ്വാഗത്. ഇവിടെ ഇതാണ് എൻ്റെ കൈ. ഇവിടെ നിന്ന് അങ്ങോട്ടില്ല. എൻ്റെ അല്ല കൈ ചെയ്യുന്നത്. കുറച്ചും കൂടി പോകണം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
ഇറങ്ങി കമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൻ്റെ നമ്മൾ ഇനി നേരെ കുറച്ച് നടന്നാൽ മതി, ബീച്ചെത്തും. കന്യാകുമാരി ബീച്ചെത്തും. കുറച്ച് നടന്നാൽ മതി. ജസ്റ്റ് കുറച്ച് 2 കിലോമീറ്റർ ഉള്ളൂ. എന്തോ കുറച്ചെന്നാണ് പറഞ്ഞത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഭയങ്കര തണുപ്പാണ്, മഞ്ഞാണെന്നോ. ആ, നട്ടുച്ചയ്ക്ക് തന്നെ എല്ലാവരും വരണം. മഞ്ഞായിട്ട് ആരും കാണാൻ പോലും പറ്റുന്നില്ല അടുത്തുള്ള. നോക്കൂ, സുനേഷിനെ കാണാനില്ലല്ലോ. നമ്മൾ 2:15 ഇവിടെ എത്തിയപ്പോൾ വെയിലാണ്. നമ്മളിനി ഗ്ലാസ് ബ്രിഡ്ജാണ് നേരെ ആദ്യം പോകാൻ പോണത്. അവിടെ അല്ലെങ്കിൽ നേരത്തെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് ബാക്കി എല്ലാ സ്ഥലവും അപ്പൂസിന്റെ ആളുകൾ, ഗ്യാങ്ങുകൾ. ആട് കാണിച്ച് പൈസ ആടിനെ കാണിച്ച്. ആടെന്താ നീ കണ്ടിട്ടില്ലേ? പല പല കളർ കടലിൽ. ഷിപ്പിംഗ് കോർപ്പറേഷൻ. നമ്മൾ ക്യൂ നിൽക്കണം. ഈ ക്യൂ നിന്നാലേ നമുക്ക് ടിക്കറ്റ് കിട്ടും. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ 100 രൂപയ്ക്കും ടിക്കറ്റ് ഉണ്ട്, 300 രൂപയ്ക്കും ടിക്കറ്റ് ഉണ്ട്. 100 രൂപയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന വലിയ ക്യൂ ഫുള്ള് നിൽക്കേണ്ടി വരും. പക്ഷേ ക്യൂ നിൽക്കാതെയാണെങ്കിൽ നമുക്ക് 300 രൂപയ്ക്ക് ക്യൂ നിൽക്കാതെ ഡയറക്റ്റ് നമുക്ക് കയറാം. ഇതിൽ തളർന്നില്ല. നമ്മൾ ക്യൂ തീർന്നെന്ന് വിചാരിക്കും, പക്ഷേ ഇവിടെ നിന്നാണ് ഇനി അടുത്ത ക്യൂ. ഗൈസ് കുറച്ചധികം ക്യൂ ഉണ്ട്. ഇതാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടർ. നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിലോട്ട് പോകണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് മനസ്സിലായത് ഇത്രയും കണ്ടതല്ല ക്യൂ, ഇനി വലിയൊരു ക്യൂ ഇതാ ഇവിടെ ഉണ്ട്. ഇത്രയും കൂടെ നമ്മളിനി നിൽക്കണം. ക്യൂയോട് ക്യൂ. ഗൈസ് ഇതുവഴിയാണ് നമ്മൾ ബോട്ടിലോട്ട് പോകാനുള്ളത്. നമുക്ക് പോകാനുള്ള ബോട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ജാക്കറ്റൊക്കെ ഇട്ടിട്ട്, സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറാനുള്ളത്. ഇവിടെ അകത്ത് കയറണമെങ്കിൽ 30 ടിക്കറ്റ് വേറെ എടുക്കണം. നമ്മൾ ഇവിടെ എൻട്രൻസിന് 30 രൂപ കൊടുക്കണം. ഇവിടെ വന്നതിന് ശേഷം വേണ്ടി 30 രൂപ കൊടുക്കണം. എന്നാലും നമുക്ക് ഇനി മേളിലോട്ട് കയറാൻ പറ്റും. ഇവർ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ വന്നപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ 30 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് 15 രൂപയായിരുന്നു. നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ ഫുള്ള് കാണാം. എന്തായാലും ബോട്ടിങ് അടിപൊളിയായിരുന്നു. നമ്മൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ബോട്ടിൽ. ഫേസ് കഴിഞ്ഞില്ല. ഇവിടെ ചെരുപ്പ് ഊരിയിടണം. ചെരുപ്പ് ഊരിട്ടിട്ട് അങ്ങോട്ട് കയറാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് വരെ പോകും. ഇവിടെ വിവേകാനന്ദ മണ്ഡപത്തിലോട്ട് കയറുകയാണ്. പക്ഷെ ഇവിടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല. നമ്മളകത്ത് കയറിയിട്ട് വരാം, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ അകത്ത് കയറി. അകത്ത് വിവേകാനന്ദൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്. ഉള്ള നല്ല രസം. പിന്നെ നല്ല തണുപ്പൊക്കെയാണ്. ഈ 980 എന്തോണ് ഇവിടെ പുള്ളിക്കാരൻ വന്നാണ് തള്ള് അതേ വേണ്ട തള്ള് അല്ല, അതിൽ എഴുതിയിട്ടുള്ള അങ്ങനെ എന്തോ അല്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയണ്ട. പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോവുകയാണ്. താഴെ കൂടെ ഇറങ്ങി വേണം പോകാൻ. ഇവിടെ സൺറൈസ് കലണ്ടറൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. ഇത് വേറൊരു സംഭവം ഉണ്ട്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അകത്തുള്ളത്. സൈഡിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ കാണാം. നല്ല രസമുണ്ട് കാണാൻ.
ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാം ഇനി. നമ്മൾ അകത്തൂടെ ഉള്ള ഇങ്ങനത്തെ സ്ഥലത്തുള്ള പടി കൂടെ കയറിയാണ് മേളിൽ പോകേണ്ടത്. നല്ല രസമുണ്ട് കയറി പോണ സ്ഥലം. നമ്മളങ്ങനെ വിവേകാനന്ദപ്പാറ ഫുള്ള് കണ്ട് നമ്മളിനി ബോട്ട് കയറി അപ്പുറത്ത് പോവുകയാണ്. അപ്പുറത്ത് പോയിട്ട് ബാക്കി കാണാം. ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് വ്യൂ പോയിന്റ് വരെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 എണ്ണം അങ്ങ് ബാക്കിൽ നിന്ന് എഴുതണം. എത്തുമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ചെറുതായിട്ട് തേഞ്ഞ് നമ്മളിവിടെ എത്തിയതും മറിഞ്ഞ് സൺസെറ്റൊക്കെ കഴിഞ്ഞ് ആ മേഘം മറിഞ്ഞ് നിൽക്കുകയാണ്. എത്തി ഓടിയൊക്കെ എത്തി. പക്ഷേ ലേറ്റായിപ്പോയി, കുറച്ച് ലേറ്റായിപ്പോയി. ഇനി കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അവരൊക്കെ പറഞ്ഞേ ഉള്ളൂ ബാക്കിൽ നിന്ന്. എല്ലാവരും നടന്ന് ഓടി. നമ്മൾ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ കടലിലല്ല ഇറങ്ങണേ. കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുള്ള് കറങ്ങി കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോകണം. ഇനി ബസ്സും ട്രെയിനൊക്കെ കയറണം. ബസ്സും ട്രെയിനും കയറണം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.